Hi guys, welcome to 3 Ages Friends Family Vlogs. അപ്പോൾ പഞ്ചാബിലെ കൊടും ചൂടിൽ നിന്ന് നമ്മളെ ഒന്ന് തണുപ്പിക്കാൻ നമ്മൾ പോയത് പഞ്ചാബിലെ ജിൽ ആൻഡ് ത്രിൽ എന്ന ഒരു സ്വിമ്മിംഗ് പൂളിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. കാരണം നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിശക്കും. അതുകൊണ്ട് വീട്ടിൽ നിന്നിട്ടേ ഫുഡ് കഴിക്കുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കേട്ടോ. കടന്നതും അവർ നമ്മുടെ കയ്യിലൊരു ടാഗ് ഒട്ടിച്ച് തന്നു കേട്ടോ. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ. ഇതിനുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 700 രൂപ കേട്ടോ, 700 rupees. നമ്മളെല്ലാവരും കയ്യിലും ഇത് ഒട്ടിച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഫാമിലി ആയിട്ടും എങ്ങനെ വേണമെങ്കിലും എല്ലാവർക്കും അടിപൊളി സ്ഥലമാണിത്. അപ്പോൾ വന്നുകൊണ്ട് നമ്മൾ എല്ലാ സ്ഥലത്തും ഒന്ന് നോക്കി വിജനമാണോ ദൈവമേ, പക്ഷേ അല്ലായിരുന്നു. നമ്മളെപ്പോലെ തന്നെ 2-3 ഫാമിലിയും പിന്നെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ പോയത് ഒരു ഒഴിവ് ദിവസങ്ങളിലേ അല്ലായിരുന്നു, അതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. കുറച്ച് ഫാമിലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ നല്ല ചൂടാണ് കേട്ടോ. ഏകദേശം 42-43 ഡിഗ്രി ചൂട് തന്നെ ഉണ്ട് ഇവിടെ. ചുറ്റുപാടും നോക്കി, ചുറ്റുപാടും വെള്ളം. ഏതിലാണ് ഫസ്റ്റ് കളിക്കേണ്ടതെന്ന് നോക്കി ഞങ്ങൾ ഇങ്ങനെ നടക്കുക കേട്ടോ. അങ്ങനെ അച്ഛനും മക്കളും രംഗത്തിറങ്ങിയിട്ടുണ്ട്. എനിക്ക് പിന്നെ പണ്ടേ വെള്ളം പേടിയായതുകൊണ്ട് ഞാനങ്ങനെ ഇറങ്ങിയിട്ടില്ല എന്ന് വിചാരിക്കണ്ട. ലാസ്റ്റിലേക്ക് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഞാനിങ്ങനെ ഓരോ കോർണറിൽ പോയിട്ട് ഞാനിങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ ഓരോ വീഡിയോസ്. ഇത് എന്ന് പറഞ്ഞാൽ നമ്മളെ അമ്പർലയിലെ കുടയിൽ നിന്ന് ഇങ്ങനെ മഴ പെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല അടിച്ചു പൊളിക്കുന്നുണ്ട് ഗൈസ്. ഈ നല്ല അടിപൊളി വെയിലത്ത് ഈ ഒന്നുമല്ല, ഒരു തണുപ്പും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ നമ്മളെ വെള്ളം കാണാത്ത കളിയാണോ കളിക്കുന്നതെന്ന് വരെ തോന്നിപ്പോകും കേട്ടോ. അത്രയ്ക്കും എന്താ പറയുക, വെള്ളത്തിൽ കളിച്ചിട്ട് അങ്ങോട്ട് മതിയാവുന്നില്ല ആർക്കും. ഞങ്ങൾക്കാണെങ്കിലും കൂടെയുള്ള അവരുടെ കുറേ ഫാമിലീസും അങ്ങനെ തന്നെയാണ് കേട്ടോ. എത്ര വെള്ളത്തിൽ നിന്നിട്ടും ആ ചൂടുണ്ടല്ലോ, ഇപ്പോൾ 42-43 ഡിഗ്രി ചൂട് തന്നെ ഉണ്ട്. എത്ര വെള്ളത്തിൽ നിന്നിട്ടും ആ ചൂടൊന്നും പോകുന്നൊന്നുമില്ല കേട്ടോ. നല്ല തണുപ്പും ഇല്ല, നോർമൽ. ഇവിടെ പലതരം സ്ലൈഡുകളുണ്ട് കേട്ടോ. എന്താ വലിപ്പമുള്ള സ്ലൈഡുണ്ട്, കുഴലിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നുള്ള സ്ലൈഡുകളുണ്ട്, പലതരത്തിലുള്ള സ്ലൈഡുകളുണ്ട്. എല്ലാത്തിലും ഞങ്ങൾ കയറി നോക്കി കേട്ടോ. ഞാനല്ല, അച്ഛനും മക്കളും കയറി നോക്കി കേട്ടോ. ഇത് നമ്മളെ കടൽ പോലെ കേട്ടോ. നമ്മളെ തിരമാല വേവ്സ് ഒക്കെ വരുന്നുണ്ട്, ഇതിൽ തിരമാലകളൊക്കെ വരുന്നുണ്ട്. ഇത് സംഭവം അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും നല്ല കളിയാണ് ഗൈസ്. ഞാനിങ്ങനെ വീഡിയോസ് എടുത്തത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെറുതെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന എന്നെ ചിത്തേണ പറഞ്ഞ് ഇതിൽ കയറ്റിയിട്ടേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളിതാ രണ്ടാളും കൂടി കയറണം കേട്ടോ. എനിക്ക് പേടിയായി ചിത്തേണ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഓഷൻ. അപ്പോൾ കയറിയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. സംഭവം കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ എനിക്ക് പേടിക്ക് കൂട്ടിനായി ചിത്തേണ്ണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല. എന്നാലും എന്തോ ഒരു അങ്ങനെ കുറേ കളിച്ചതിന് ശേഷം ചിത്തേട്ടൻ എന്നെ തള്ളിയിടാനുള്ള ശ്രമത്തിലാണ് വെള്ളത്തിലേക്ക്. ഞാൻ വെള്ളത്തിൽ ഇതുവരെ മുങ്ങിയിട്ടില്ല, അതുകൊണ്ട് ചിത്തേട്ടൻ എന്നെ പിടിച്ച് കഴിയുന്നത്ര വെള്ളത്തിൽ മുക്കുന്നുണ്ട് ഗൈസ്. എന്തായാലും സംഭവം അടിപൊളിയാണ്. എല്ലാവരും നല്ല വെള്ളത്തിൽ കളിച്ചു കേട്ടോ. അപ്പോൾ തീർന്നിട്ടില്ല, ഇനിയുണ്ട് രസകരമായ മുഹൂർത്തങ്ങൾ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻ്റ് ഇടാനും മറന്നു പോകരുത്. ഇതെന്തായാലും ക്യാമറയിൽ കുടുങ്ങിയത് നന്നായി. നമ്മുടെ ജിത്തേട്ടൻ ഞാനിതാ നീന്താൻ പോകുന്നു എന്ന മട്ടിൽ ഇരുന്നതാണ്, പക്ഷേ എങ്ങനെയോ അത് മറന്നുപോയി ഗൈസ്. അപ്പം നമ്മളിവിടെ വന്നിട്ട് ഒരു 10 മണിക്ക് 10:30 ടൈമിലൂടെ എത്തിയിട്ടുണ്ട്. 10:30 ടൈമിൽ എത്തിയ ശേഷം നമ്മൾ ഒരു 1 മണി വരെ എന്തായാലും ഈ വെള്ളത്തിൽ കളിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇതിനകത്ത് കയറിയാൽ പിന്നെ വിശപ്പും ദാഹവും ഒന്നും ഉണ്ടാവില്ല. പിന്നെ കുറേ വെള്ളത്തിൽ കളിച്ചാൽ വെള്ളവും കുടിക്കാം, ആ ദാഹം അതുകൊണ്ട് ഉണ്ടാവില്ല കേട്ടോ.
ഇത് അടിപൊളി സ്ലൈഡാണ് കേട്ടോ. ആദ്യമായിട്ട് കയറിയത് ആരോണാണ്. ആരോൺ ലാൻഡ് ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ കോമഡി ഉണ്ടാവുക. ആരോൺ സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അടുത്തുള്ളൊരു ചേച്ചി സേഫായിട്ട് ലാൻഡ് ചെയ്തില്ല. അദ്ദേഹം ഒന്ന് മുങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. ആരോൺ വന്ന പ്രഷറിൽ ആ ചേച്ചി മുങ്ങുന്നതാ അല്ലോ മുങ്ങിപ്പോയേ. അടുത്തത് ആരാധ്യയാണ്. ആരാധ്യ സേഫായിട്ട് ലാൻഡ് ചെയ്ത്. ആരാധ്യക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ താരം ജിത്തേടനാണ്. ജിത്തേടനാണ് കുറച്ച് പേടിച്ചു പോയത് ഇതിനകത്തുനിന്ന്. ഞാനിതാ മേലോട്ട് പോയി തായോട്ട് വന്നേന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് കഴിയുമ്പം ജിത്തേടൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അയ്യോ എന്നെ പിടിക്കേന്നാ പറയുന്നത്. അദ്ദേഹം ജിത്തേടൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം. ഈ സ്ലൈഡ് നല്ല രസമുണ്ടായിരുന്നു. നമ്മളെ പ്രഷറിൽ തന്നെ നമ്മൾ തന്നെ ചെയ്യണതാണ് കേട്ടോ അത്. അടുത്ത ആരോണാണ്. ജിത്തേടനും ഇതിന് നമ്മൾ പ്രഷറിനോണ്ട് തന്നെ നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, സേഫായിട്ട് ലാൻഡ് ചെയ്യാം. അടുത്തതാണ് ഗൈസ് നല്ല നല്ല അടിപൊളി. ഞാൻ കയറി ആകെ ഒരു സ്ലൈഡ് ഇതാണ്. ഞാനാണ് മുങ്ങിപ്പോവും ചെയ്തിരിക്കണേ. ജിത്തേട പറഞ്ഞിട്ട് വെള്ളത്തിൽ പേടിയില്ല, തവള നീന്തുന്നാരി വെള്ളത്തിലിട്ട് കാലിട്ടടിക്കുകയായിരുന്നു ഗൈസ്. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഞാനൊന്ന് മുങ്ങിപ്പോയോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ ഗൈസ്. അങ്ങനെ എന്നെ മുക്കിയ സന്തോഷത്തിലാണ് ഇപ്പോൾ എല്ലാവരും. അടുത്ത ഇവിടെ ഇവർ കുറച്ച് ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആ വെള്ളത്തിൽ നിന്ന് ആരാധ്യ ചിത്തേണ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഗൈസ്. ഇതിന് പറ്റിയ സോങ് ഇടണം എന്നുണ്ടായിരുന്നു കോമഡി. പക്ഷേ ഇനി ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛനും മക്കളും ഡാൻസ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് പോസൊക്കെ ഇടുന്നുണ്ട്. ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് മട്ടിലാണ്, പക്ഷേ ഞാൻ വീഡിയോ ആണ് എടുത്തത്. സംഭവം അടിപൊളിയാണ് ഗൈസ്. അപ്പം നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പം വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്, കമൻ്റ് അടിക്കാനും മറന്നു പോകരുത്. അപ്പം നമ്മുടെ മുങ്ങിക്കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഗൈസ് നമ്മൾ പോവാണ്. നമ്മൾ കുറച്ച് ലിച്ചിയൊക്കെ കഴിക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. വിശന്നിട്ട് കണ്ണ് കാണുന്നില്ലായിരുന്നു. ലിച്ചി പ്ലംസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. നമ്മൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്, കൂടെ കമൻറ്റ് ഇടാനും മറന്നു പോകരുത്. ഓക്കെ ബൈ.